ഹലോ, നാൻസിയാണേ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? നമുക്കിന്ന് ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും വെള്ളയപ്പവും വറുത്ത ചമ്മന്തിയായിരുന്നേ. അപ്പോൾ ഇന്നലെ ഞാൻ അരച്ചപ്പം ഞാൻ സാധാരണ ഒഴിച്ച് വെക്കുന്ന പാത്രത്തിൽ വേറെ എന്തോ ഇരുന്നതാണ്. അങ്ങനെ ഞാൻ ഈ കുക്കറിനകത്തോട്ടാണ് ഒഴിച്ച് വെച്ചത്. നന്നായിട്ട് പൊങ്ങിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. നല്ല രീതിയിൽ നമുക്ക് അപ്പമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വറുത്ത ചമ്മന്തിയായിരുന്നു. എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമായി വറുത്ത ചമ്മന്തിയും അപ്പവും. അങ്ങനെ അതെല്ലാം ഉണ്ടാക്കി കൊടുത്തു. രാവിലത്തെ ജോലിയെല്ലാം കഴിഞ്ഞു. പിന്നെ അപ്പോഴത്തേക്ക് ഒരു കുന്ന് പാത്രം ഇവിടെ റെഡിയായിട്ട് കിടപ്പുണ്ടായിരുന്നു കഴുകാൻ വേണ്ടി. പിന്നെ അതും എല്ലാം ഒന്ന് നന്നായിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നേ. ഈ പാത്രം കഴുകി തീരുമ്പോൾ തന്നെ നമ്മുടെ പകുതി ജോലി തീരുന്ന കണക്കാണേ തോന്നുന്നേ. അങ്ങനെ അതും എല്ലാം ഒന്ന് കഴുകി. പിന്നെ നമുക്കിന്ന് ഇവിടെ പാത്രം എല്ലാം കഴുകി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് മീൻ കണ്ടിക്കായിരിക്കുണ്ട്. അയില കിട്ടിയിട്ടുണ്ടേ, നമുക്കത് കട്ട് ചെയ്തെടുക്കാവേ. ഇത് രണ്ടാളുടെ നിന്ന് മേടിച്ചല്ല, 2 പാത്രത്തിലായിട്ട് ഇരിക്കുന്നത്. ആദ്യം നമുക്ക് കറി വെക്കാനും പൊരിക്കാനും എടുക്കാം. ആദ്യം നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാവേ. തേങ്ങ അരച്ച് കറി വെക്കാം. നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാവേ. കണ്ടേ, തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. അങ്ങനെ തേങ്ങയെല്ലാം ജാറിലോട്ടിട്ട് അതിനുശേഷം ഒരു 5-6 കൊച്ചുള്ളി പൊളിച്ചതും പിന്നെ അതിനകത്തോട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഈ തേങ്ങാക്കറി വെക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. മീനെല്ലാം കാണിച്ച് വൃത്തിയാക്കി കേട്ടോ. ഇനി നമുക്ക് അത് അരപ്പ് വെച്ച് വെക്കാം പൊരിക്കാനുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മീനെല്ലാം കണ്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല, ഒത്തിരി ലെന്തായി പോവേ. എന്നിട്ട് ഞാൻ അരപ്പും തേച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയില്ലേ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മീനും ഇട്ട് പുരട്ടിയെടുത്ത് അരപ്പും തേച്ച്. എന്നിട്ട് നമുക്ക് മീൻ കറി വെക്കാനുള്ള എല്ലാം ചെയ്യുമായിരുന്നു. ഒരു ചട്ടി എടുത്ത് വെച്ച് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് അരപ്പെടുത്ത് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് ജാറൊന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് വേണ്ടേ ഇവിടുത്തെ മുളക് പൊടി ഒട്ടും എരിയില്ലാത്തതാണ്. അതായത് ഇതിനും വേണ്ടി പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 6-7 പച്ചമുളക് ചേർത്ത് കൊടുത്ത് എന്നിട്ട് എരി കുറവായിരുന്നു കറിക്ക്. എന്നിട്ട് കുറച്ച് ഇഞ്ചിയും കൂടെ കൊത്തിപ്പൊടിച്ചിട്ട് കൊടുത്ത് വേണ്ടേ വടക്കംപുളിയാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് അരപ്പെല്ലാം നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും മീനും ഇട്ട് കൊടുക്കുക. മീൻ കുറച്ചൊന്ന് ഉടഞ്ഞു പോയായിരുന്നു കണ്ടിച്ച് വന്നപ്പോഴത്തേക്കുവേ. അങ്ങനെ അതെല്ലാം ചെയ്തു. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഇത് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് മക്കളും കൂടെ വീട്ടിൽ വന്നായിരുന്നു. അപ്പം എനിക്ക് മേടിച്ചുകൊണ്ട് വന്നേ, മോന് മേടിച്ചുകൊണ്ട് വന്നേ, എനിക്ക് മേടിച്ചുകൊണ്ട് വന്നതാണ്. അങ്ങനെ അത് ഞാൻ ഇടയ്ക്ക് നമ്മുടെ ശർക്കര വരട്ടി അതാണ് അത്. അപ്പം അതെല്ലാം എടുത്ത് കുറച്ച് കഴിച്ച്. എനിക്ക് മധുരം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ മീനകത്തെല്ലാം അരപ്പൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. 10-15 മിനിറ്റ് കഴിഞ്ഞതേ ഉള്ളൂ. എന്നാലും ഞാൻ അപ്പോഴത്തേക്കും അതെല്ലാം അങ്ങ് പൊരിക്കാൻ വെച്ച്. കാരണം സമയം ഒരു 11:45 12 മണിയാകുമ്പോഴത്തേക്ക് മോൻ വരും. എക്സാം നടക്കുന്നതുകൊണ്ട് അവന് 12 മണി വരെ ഉള്ളൂ. നമുക്ക് ഇവിടുന്ന് വണ്ടിയിൽ പോകാനാണെങ്കിൽ നമുക്കിവിടെ നിന്ന് 2 വീലറിൽ ആണെങ്കിൽ 10 മിനിറ്റേ ഉള്ളൂ മോൻ്റെ സ്കൂളിലോട്ട്. ഞങ്ങളുടെ എടവ പള്ളിയുടെ സ്കൂളിൽ തന്നെയാണ്. ഞാനും കുഞ്ഞിലെ ആ സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. എന്നിട്ട് താണ്ട് ഈ ഒരു ചുരിദാറില്ലേ, ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചതാണ്. കോട്ടൺ കേട്ടോ. ഒരു കളർ കണ്ട് മേടിച്ചത്. പിക്ചർ കണ്ടപ്പോൾ കുറച്ചും കൂടെയൊക്കെ ഭംഗിയുണ്ടായിരുന്നു. എന്നാലും സാരമില്ല, റേറ്റിനുള്ള സാധനമൊക്കെ ഉണ്ടായിരുന്നു. ടോപ്പും പാൻറ്റും പിന്നെ ഷോളും ഉണ്ടായിരുന്നു. ഷോള് നല്ല ലെന്തൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോഴത്തേക്കും നമ്മുടെ മീനൊക്കെ വെന്തു. മോൻ സ്കൂളിൽ നിന്നും വന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.